يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. സൂറത്ത് ആൽ ഇംറാൻ ആയത്ത് 156. يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ لا تكونوا كالذين നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ പോലെ ആകരുത്. കഫറു ഒന്നാമതായി അവർ സ്വയം നിഷേധത്തെ തെരഞ്ഞെടുത്തു. വഖാലു ലിഇഖ്വാനിഹിം രണ്ടാമതായി അവർ അവരുടെ സഹോദരങ്ങളെ കുറിച്ച് പറയുന്നു. ഇദാ ദറബൂ ഫിൽ അർദ് അവർ ഭൂമിയിൽ യാത്ര ചെയ്താൽ ഔ കാനൂ ഗുസ്സാ അല്ലെങ്കിൽ അവർ പോരാട്ടത്തിന് പുറപ്പെട്ടാൽ ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ അവർ നമ്മുടെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കുകയില്ലായിരുന്നു, കൊല്ലപ്പെടുകയുമില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. لِيَجْعَلَ اللَّهُ ذَلِكَ حَسْرَةً فِي قُلُوبِهِمْ ഈ സംസാരം അവരുടെ മനസ്സിനെ ദുഃഖമാകുന്നതിന് അള്ളാഹു ദുഃഖമാക്കാൻ വേണ്ടിയാണ് അവർ ഇപ്രകാരം പറയുന്നത്. വല്ലാഹു യുഹ്യി വയുമീത് അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാഹു ബിമാ തഅമലൂന ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും യാ അയ്യുഹല്ലദീന ആമനു എന്ന സംബോധന കൊണ്ട് ആരംഭിക്കുന്ന വചനങ്ങൾ അതിപ്രധാനമായതും ഓരോ വിശ്വാസികളും പഠിക്കേണ്ടതുമായ ആയത്താണ്. അതിൽപ്പെട്ടൊരായത്താണിത്. അല്ലാഹു തആല സത്യവിശ്വാസികളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീൻ സത്യവിശ്വാസികളെ നിങ്ങൾ നല്ലവരെ പോലെ ആകാൻ പരിശ്രമിക്കണം, മോശപ്പെട്ടവരെ പോലെ ആകരുത്. മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വിഭാഗം ജനങ്ങളുണ്ട്. ഒന്ന് നന്മയുള്ള ആളുകൾ, രണ്ട് തിന്മയുള്ള ആളുകൾ. സത്യവിശ്വാസികളായ നിങ്ങൾ നന്മയുള്ള ആളുകളെ പോലെ ആകാൻ പരിശ്രമിക്കണം. മഹാന്മാരായ നബിമാരുടെ സ്വഭാവങ്ങൾ, സഹാബാക്കളുടെ സ്വഭാവങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. ലാ തകൂനൂ കല്ലദീൻ നിങ്ങൾ ദുസ്വഭാവികളുടെ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്, നിങ്ങൾ അവരെ പോലെ ആകരുത് എന്നല്ല, വാക്കിലും പ്രവർത്തനത്തിലും ശൈലികളിലും പോലും അവരെ പോലെ നിങ്ങളാകരുത്. എന്നിട്ടിവിടെ അല്ലാഹു തആല ഒരു പ്രത്യേകതരം ദുസ്വഭാവികളെ പറ്റി പറയുകയാണ്.
ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയി ശത്രുക്കളായ ആളുകൾ അവർ മദീനയിലേക്ക് ആക്രമിക്കാൻ വേണ്ടി വന്നു. മക്കയിൽ നിന്നും ആക്രമിക്കാൻ വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവിന്റെ പരമാവധി അതിൽ നിന്ന് മാറാൻ പരിശ്രമിച്ചെങ്കിലും ഈ അക്രമം, വിരോധം, ശത്രുത എന്ന് പറയുന്നത് വല്ലാത്തൊരു രോഗമാണ്. അത് പരിപൂർണമായി പറിച്ചു മാറ്റിയില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഉഹദിന്റെ ഭാഗത്തേക്ക് ശത്രുക്കൾ വരികയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഹിജ്റ 3-ാം വർഷം ഉഹദിൽ വെച്ചൊരു പോരാട്ടം നടന്നു. ഈ പോരാട്ടത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കൂടിയാലോചിച്ചു. സഹാബാക്കൾ എല്ലാവരും അതിന് തയ്യാറായി. എന്നാൽ കപടവിശ്വാസികളായ ആളുകൾ അവർ സന്നദ്ധമായില്ലെന്ന് മാത്രമല്ല, കുറച്ചുപോയി അവർ തിരിച്ചു വന്നു. അതിനുശേഷം ഉഹദിൽ ചില ദുരന്തങ്ങൾ സംഭവിക്കുകയുണ്ടായി. 70 സഹാബികൾ കൊല്ലപ്പെട്ടു. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അവസാനം പടച്ചവന്റെ അനുഗ്രഹത്താൽ പ്രശ്നം പരിഹൃതമായെങ്കിലും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഉഹദിൽ. ഈ സമയത്ത് അതിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾ, അവരെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. ഒന്നാമതായി അവർ നിഷേധം തെരഞ്ഞെടുത്തു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുഭ്രമായ ജീവിതം, മനോഹരമായ മാർഗമുണ്ടായിട്ടും അതിനെ തള്ളിപ്പറഞ്ഞ് അവർ നിഷേധത്തെ തെരഞ്ഞെടുത്തു. 2, വഖാലൂ ലിഇഖ്വാനിഹിം ഇദാ ദറബൂ ഫിൽ അർദ്, അവരുടെ സഹോദരങ്ങൾ കച്ചവടത്തിന്റെ യാത്ര ചെയ്ത് അവർക്ക് മരണം വല്ലതും സംഭവിച്ചാൽ, ഔ കാനൂ ഗുസ്സ, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെട്ട് അവർക്ക് മരണം വല്ലതും സംഭവിച്ചാൽ അവർ അവരെക്കുറിച്ച് മോശമായ വാക്ക് പറയും. ലൗ കാനൂ ഇൻദനാ മാ മാതൂ വമാ ഖുതിലൂ, അവർ നമ്മുടെ അരികിലുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ യാത്ര ചെയ്യാതിരുന്നെങ്കിൽ, യുദ്ധത്തിന് പോകാതിരുന്നെങ്കിൽ കൊല്ലപ്പെടുകയില്ലായിരുന്നു, മരിക്കുകയുമില്ലായിരുന്നു എന്നവർ പറയുന്നു. ചില സഹോദരങ്ങൾ അവർ നന്മ പ്രവർത്തിക്കുകയുമില്ല, മറ്റുള്ളവരെ നന്മ പ്രവർത്തിക്കാൻ സമ്മതിക്കുകയുമില്ല. അങ്ങനെ അവർ ഇവരുടെ നിരുത്സാഹപ്പെടുത്തലിന്റെ ഇടയിലും നന്മകൾ പ്രവർത്തിച്ച് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അവരെപ്പറ്റി മോശമായ വാക്കുകൾ പറയും. ആരെങ്കിലും കച്ചവടം നടത്തി അതിലവർക്ക് നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും യാത്രയ്ക്ക് പോയി, ഗൾഫിലേക്ക് പോയി, അവിടുന്ന് മരണം സംഭവിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ദീനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു അവർക്ക് എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ സംഭവിച്ചു, മരണം സംഭവിച്ചു. ഈ സമയത്ത് പൊതുവിൽ നമ്മൾ ഈ വാചകങ്ങൾ പറയാറുണ്ട്. അവരോട് ആര് പറഞ്ഞു ഗൾഫിൽ പോകാൻ? അവരോട് ഇങ്ങനെ കച്ചവടം നടത്താൻ ആര് പറഞ്ഞു? ഈ ദീനിന്റെ മാർഗത്തിൽ ഇങ്ങനെ പുറപ്പെടാനൊക്കെ ആര് പറഞ്ഞു? ഹജ്ജിനിപ്പോ എന്തിനാ പോയത്? ഉംറയ്ക്ക് എന്തിനാ പോയത്? അതുകൊണ്ടല്ലേ മരിച്ചത്, അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ടത്. സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. ആ കാര്യത്തിൽ ബന്ധപ്പെട്ടതുകൊണ്ട് മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ രാജാവാകുമോ എന്നതിലേക്ക് നോക്കാനേ പാടില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആകാശം ഇടിഞ്ഞു വീണാലും ആ വഴിയിലൂടെ പോകും. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? സ്വർണത്തിന്റെ പാത വിരിക്കപ്പെട്ടാലും അങ്ങോട്ട് പോകാതിരിക്കും. പിന്നെ ആർക്കെങ്കിലും നാശങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചു, ഒരു ഭാഗത്ത് അവർ സഹിക്കണം, മറുഭാഗത്ത് അവർക്ക് നമ്മൾ ആശ്വാസം കൊടുക്കണം, സമാധാനം കൊടുക്കണം. നിങ്ങൾ കച്ചവടത്തിന് വേണ്ടി പോയത് വളരെ നല്ലതാണ്. എത്രയോ ആളുകൾ മടിയന്മാരും അവർ അലസന്മാരുമായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ കച്ചവടത്തിന് പോയി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, പടച്ചവനത് ഭേദമാക്കി തരട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ പോയി മരണപ്പെട്ടു,
അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കൻ, സമാധാനിപ്പിക്കൻ, മുറിവിൽ ഉപ്പ് പുരട്ടാതിരിക്കൻ. പ്രത്യേകിച്ചും അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വാക്കുകൾ പറയാതിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി ഫഇന്ന ലൗ തഫ്തഉ, ലൗ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ശൈത്താനിന്റെ കവാടത്തെ തുറക്കുന്നതാണ്. അവിടെ പിശാച് വന്ന് കളിക്കാൻ തുടങ്ങും. ഭാര്യയും ഭർത്താവിനെയും അകറ്റും, മാതാപിതാക്കളെ തമ്മിൽ അകറ്റും, കൂട്ടുകാരെ തമ്മിൽ അകറ്റും. മരണപ്പെട്ടുപോയ നല്ല ദാസന്മാരെ പറ്റി മോശമായ വാക്കുകൾ പറയുന്ന അവസ്ഥയുണ്ടാകും. ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ ലിയജ്അല അല്ലാഹു ദാലിക ഹസ്റതൻ ഫീ ഖുലൂബിഹിം. ഈ കപടവിശ്വാസികൾ ഇങ്ങനെയെല്ലാം പറയുന്നത്, അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുകയില്ലായിരുന്നു എന്നെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ദുഃഖമായി തീരാൻ വേണ്ടിയാണ്. അവർ ദീനിൽ നിന്നും നന്മയിൽ നിന്നും മാറാൻ വേണ്ടിയാണ്. പക്ഷേ കാര്യം തിരിച്ചായിരിക്കും സംഭവിക്കുന്നത്. അള്ളാഹു ഇത് അവരുടെ മനസ്സിൽ, നിഷേധികളുടെയും കപടവിശ്വാസികളുടെയും മനസ്സിൽ പടച്ചവൻ ദുഃഖമാക്കി മാറ്റുന്നതാണ്. കാരണം വിശ്വാസികൾ ഏത് സാഹചര്യത്തിലും നന്മയിൽ ഉറച്ചു നിൽക്കും. അവർ ഞാൻ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ എന്നതിലേക്കാണ് നോക്കുന്നത്. അവർ എന്ത് സംഭവിച്ചാലും നന്മയിലൂടെ മുമ്പോട്ട് നീങ്ങും. അതുകൊണ്ട് ഇപ്രകാരം ഇവർ പറയുന്നതിനാൽ വിശ്വാസികൾക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നതല്ല. അവർ അവരുടെ മാർഗത്തിൽ മുമ്പോട്ട് നീങ്ങും. അവർ ഉറച്ചു തന്നെ നിൽക്കും. എത്രയോ ആളുകൾ നമസ്കരിക്കുന്നവരെ പരിഹസിച്ചിട്ടുണ്ട്. നമസ്കാരം അവിടെ കുറഞ്ഞു. എത്രയോ ആളുകൾ മദ്രസകളെ പരിഹസിക്കാറുണ്ട്. മദ്രസകൾ അവിടെ കുറഞ്ഞു. എത്രയോ ആളുകൾ ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ തൊപ്പിയെപ്പറ്റി, താടിയെപ്പറ്റി, പർദ്ദയെപ്പറ്റി പരിഹസിക്കാറുണ്ട്. അതിനെന്ത് കുറവുണ്ടായി? യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പറയുന്ന ആളുകളുടെ മനസ്സിന് തന്നെ സങ്കടം വരുന്നതാണ്. അവർ ദുഃഖിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഖേദിച്ച് കഴിയുന്നതാണ്. അവസാനമായി അല്ലാഹു പറയുന്നു, വല്ലാഹു യുഹ്യീ വയുമീത്. എല്ലാവരും അറിയണം, ഇങ്ങനെ പറയുന്ന ആളുകളും അറിയണം. അതുപോലെ നന്മയുടെ വഴിയിൽ സഞ്ചരിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ആളുകളും അറിയണം. അവരുടെ ബന്ധുക്കളും അറിയണം. മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്, ജീവിപ്പിക്കുന്നതും അല്ലാഹുവാണ്, ഉയർത്തുന്നതും അല്ലാഹുവാണ്, താഴ്ത്തുന്നതും അല്ലാഹുവാണ്, രോഗം തരുന്നതും അല്ലാഹുവാണ്, ആരോഗ്യം തരുന്നതും അല്ലാഹുവാണ്. നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കലാണ്. ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കും. അല്ലാഹു തആല പൊതുവിൽ നാശനഷ്ടങ്ങളൊന്നും നൽകുന്നതല്ല. അല്ലാഹു വിജയം നൽകുന്നതാണ്, പുരോഗതി നൽകുന്നതാണ്. ചിലപ്പോൾ അല്ലാഹു തആല അവന്റെ കഴിവ് പ്രകടമാക്കുന്നതിന്, അതുപോലെ തന്നെ മറ്റ് തത്വങ്ങളുടെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നൽകും. അതിനെപ്പറ്റി കഴിഞ്ഞ ആയത്തുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിന്, നിങ്ങളുടെ വിശ്വാസം സമ്പൂർണ്ണമാക്കുന്നതിന് അല്ലാഹു, അതുപോലെ തന്നെ കപടന്മാരാരാണ്, അല്ലാത്തവരാരാണെന്ന് മനസ്സിലാക്കുന്നതിന് അല്ലാഹു തആല ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൽകും. അതുകൊണ്ട് പടച്ചവനാണ് ജീവിപ്പിക്കുന്നത്, പടച്ചവനാണ് മരിപ്പിക്കുന്നത്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു കാണുന്നുണ്ട്. നിങ്ങൾ നല്ല വഴിയിലൂടെയാണ് പോകുന്നത്, അല്ലാഹു കാണുന്നുണ്ട്. തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്, അല്ലാഹു കാണുന്നുണ്ട്. നിങ്ങൾ ദുഃഖിക്കുന്നവരെ സമാശ്വസിപ്പിക്കുന്നുണ്ടോ, അല്ലാഹു കാണുന്നുണ്ട്. ആരെങ്കിലും ദുഃഖിക്കുമ്പോൾ എങ്കിൽ അങ്കിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രശ്നം രൂക്ഷമാക്കാനും അവരുടെ കുടുംബത്തെ വഴിതെറ്റിക്കാനും പരിശ്രമിക്കുന്നു, അതും അല്ലാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കണം. ആരെങ്കിലും നന്മയുടെ വഴിയിൽ സഞ്ചരിച്ചു അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അവരെ സമാശ്വസിപ്പിക്കണം. പ്രത്യേകിച്ച് മരണം സംഭവിച്ചു, പ്രയാസങ്ങളുണ്ടായി, അവരോട് നല്ല വാക്കുകൾ പറയണം, അവർക്ക് പ്രതീക്ഷ നൽകണം, നല്ല വഴിയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.